അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നഫീസ് ഉമ്മയുടെ മണാലി യാത്രയും അതിനെ സംബന്ധിച്ച് ഒരു മുസ്ലിയാർ നടത്തിയ സംസാരവും ഏറെ വിവാദമായി കൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും മറ്റു മീഡിയകളിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് ചൂടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചകൾ ഇപ്പോൾ എവിടം വരെ എത്തി? ഇസ്ലാമിലെ സ്ത്രീകളെ തന്നെ പലരും പരിഹസിക്കുന്നു. മുസ്ലിം പണ്ഡിതന്മാർ അതിൻ്റെ പേരിൽ പഴികേൽക്കേണ്ടി വരുന്നു. ഇങ്ങനെ പല രൂപത്തിലേക്കും ആ ചർച്ചകൾ ഇങ്ങനെ വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. സത്യം പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മനോഹരമായ ഈ ദീനിനെ പരിഹസിക്കുവാനും കളിയാക്കാനുമൊക്കെയുള്ള ഒരു വടി കൊടുക്കുകയാണ് ആ മുസ്ലിയാർ ആ സംസാരത്തിലൂടെ ചെയ്തത്. ഒരു നിലക്കും ആ മുസ്ലിയാരെ ന്യായീകരിക്കാൻ ഒരു വകുപ്പുമില്ല. കാരണം അയാൾ പറഞ്ഞതിൽ സത്യമില്ല എന്നതുകൊണ്ട് തന്നെയാണത്. നമുക്ക് നീതിയോടും സത്യത്തോടുമാണ് താല്പര്യവും ബാധ്യതയുമുള്ളത്. അതുകൊണ്ട് ആര് തെറ്റു പറഞ്ഞാലും ശരിയല്ലാത്ത കാര്യം ആര് പറഞ്ഞാലും ഒരു നിലക്കും നമുക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഈ മുസ്ലിയാർ മാത്രമല്ല, നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇതേപോലെയുള്ള മുസ്ലിയാക്കന്മാരുടെ ഒരു ബറ്റാലിയൻ തന്നെയുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ വരെ കൃത്യമായി പഠിക്കാതെയും മനസ്സിലാക്കാതെയും സമൂഹത്തിലേക്ക് തെറ്റായ മെസ്സേജുകൾ നൽകി അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധമായ ദീനിനെ തെറ്റിദ്ധരിക്കാൻ, ഒരു വേള അമുസ്ലിമീങ്ങൾ വരെ തെറ്റിദ്ധരിക്കാൻ കാരണമായി തീരുന്ന ഇടപെടലുകളും നടപടിക്രമങ്ങളും ഒക്കെ നിലപാടുകളുമൊക്കെ പല മുസ്ലിയാക്കന്മാരുടെ ഭാഗത്തു നിന്നും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇയാൾ ഈ പറഞ്ഞതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. എന്താണ് അയാൾ പറഞ്ഞത്? 25 വർഷം മുമ്പേ ഭർത്താവ് മരിച്ച ഒരു വല്യുമ്മ, അയാളുടെ ശൈലി കേട്ടോ, ഒരു മൂലയിലിരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലണം, അതല്ലാതെ എങ്ങോട്ടും പോകരുത് എന്നൊക്കെ അർത്ഥം വരുന്ന ആശയം നൽകുന്ന ഒരു സംസാരമാണ് അയാൾ നടത്തിയത്. അത് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ആദ്യം അതൊന്ന് കേൾപ്പിക്കുകയാണ്. അതൊന്ന് കേൾക്കുക നിങ്ങൾ, ശേഷം നമുക്ക് ബാക്കി പറയാം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഒരു വല്യമ്മ, 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ. ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തും ദിക്റും ചൊല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എൻ്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോൾ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം അങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ, ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. കേട്ടില്ല സഹോദരങ്ങളെ, ഈ മുസ്ലിയാർ ഈ നടത്തിയ സംസാരം തികച്ചും തെറ്റായ നിലക്കുള്ളൊരു സംസാരമാണ്. ഈ സംസാരത്തിലൂടെ അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് തെറ്റായ ഒരു മെസ്സേജാണ് സമൂഹത്തിലേക്ക് പോവുക. പ്രത്യേകിച്ച് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പലർക്കും ഇസ്ലാമിനെ പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ വലിയ താല്പര്യമാണ്. അതൊരു പ്രത്യേക ഹരമുള്ള കാര്യമാണ്. മുസ്ലിം സ്ത്രീ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്, അതല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർ അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയാൻ ഒരു കാരണവുമില്ലാതെ പറയുന്ന ഈ കാലഘട്ടത്തിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് തെറ്റായ ഒരു മെസ്സേജ് ഇയാൾ പകർന്നു നൽകി. അതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കമൻറ്റ് എടുത്ത് പരിശോധിച്ചപ്പോൾ പണ്ഡിതന്മാരെ അപഹസിക്കുന്ന, ദീനിനെ അപഹസിക്കുന്ന, ഒരു വേള മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുന്ന കമൻറ്റുകൾ കാണാൻ. അത് കണ്ടപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് പ്രതികരിക്കണം എന്ന് എനിക്ക് തോന്നിയത്. ആലോചിച്ച് നോക്കൂ, ഒരു വിവരമില്ലാതെ അതല്ലെങ്കിൽ തെറ്റായ തികച്ചും അവിവേകപൂർണമായ ഒരു സംസാരം ഒരാൾ നടത്തിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ദീനും ആ ദീനിലെ പണ്ഡിതന്മാരും ആ ദീന് പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളും ഒക്കെ സമൂഹമധ്യത്തിൽ പരിഹസിക്കപ്പെടുന്ന വേദനാജനകമായൊരവസ്ഥയാണുള്ളത്. സത്യത്തിൽ ഇയാൾ പറഞ്ഞതുമായി എന്തെങ്കിലും ഒരു ബന്ധം ഇസ്ലാമിനുണ്ടോ? എന്താണ് ഇത്തരം വിഷയങ്ങളിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്? ഈ പരിഹസിക്കുന്ന ആളുകൾ അത് പഠിക്കാൻ തയ്യാറാകണം. ഇയാൾ പറഞ്ഞതുപോലെയാണോ കാര്യം? ഇപ്പോൾ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, ആ സ്ത്രീ പിന്നെ ദിക്റും സ്വലാത്തും നിസ്കാരവും ഒക്കെ ആയി വീടിൻ്റെ ഒരു ഇരുട്ടറയിലോ ഒരു മൂലയിലോ കഴിഞ്ഞുകൂടണമെന്നാണോ ഇസ്ലാം പറയുന്നത്? അവൾക്ക് പിന്നെ പുറം ലോകം കാണാൻ പാടില്ല, യാത്ര ചെയ്യാൻ പാടില്ല, അള്ളാഹു ഈ പ്രകൃതിയിൽ സൃഷ്ടിച്ചു വെച്ച ഒരു മനോഹരമായ കാഴ്ചയും അവൾക്ക് കാണാൻ പാടില്ല, അതല്ലെങ്കിൽ ഒരു ഐസ് വീഴുന്ന സ്ഥലത്തേക്ക് പോകാൻ പാടില്ല, ഒരു കശ്മീരിലേക്ക് പോകാൻ പാടില്ല, മണാലിയിലേക്ക് പോകാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ആശയമാണോ ഈ ദീന് പഠിപ്പിക്കുന്നത്? ഒരിക്കലുമല്ല.
മറിച്ച് ഇസ്ലാം ഈ രംഗത്ത് നൽകുന്ന മനോഹരമായ ആശയം നോക്കൂ നിങ്ങൾ. ഒരു സ്ത്രീക്ക് ഭർത്താവ് മരണപ്പെടുക എന്ന് പറയുന്നത് ഏറെ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. ജീവിത പങ്കാളിയെയാണ് നഷ്ടമാകുന്നത്. അതിലൂടെ ആ സ്ത്രീയുടെ മനസ്സ് ഏറെ വേദനിക്കുകയാണ്. അവൾ വിധവയായി മാറുമ്പോൾ പലപ്പോഴും അവളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാം അവളുടെ മനസ്സിനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പ്രപഞ്ചനാഥൻ അവൾക്ക് പ്രത്യേകമായ പരിഗണന നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൻ്റെ പ്രവാചകൻ അവളുടെ വിഷയത്തിൽ പറഞ്ഞത്, ഭർത്താവ് മരണപ്പെട്ട ഒരു വിധവ അവളുടെ കാര്യത്തിൽ പരിശ്രമിക്കുകയും അവളെ വീണ്ടും ഒരു വിവാഹത്തിലേക്ക് കൊണ്ടുപോകുകയും അതിനാവശ്യമായ പരിശ്രമങ്ങൾ നടത്തുകയും അവളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുകയും അവൾക്ക് വീണ്ടും ജീവിതത്തിൽ പ്രതീക്ഷ നൽകി ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് അവളെ എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾക്ക് വമ്പിച്ച പ്രതിഫലം ഓഫർ ചെയ്ത മതമാണ് അള്ളാഹുവിൻ്റെ ദീൻ. മനസ്സിലാക്കണം നമ്മൾ. പലരും ഇയാളുടെ സംസാരം കേട്ടപ്പോൾ പറയുന്നത് എന്താവോ, ഇസ്ലാമിൽ ഭർത്താവ് മരിച്ചാൽ പിന്നെ ഒരു സ്ത്രീയുടെ കഥ കഴിഞ്ഞു, ഭാര്യ മരിച്ചാൽ ഭർത്താവ് വേറെ വിവാഹം ചെയ്യും, എന്നാൽ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീക്ക് പിന്നെ ഒന്നുമില്ല, അവൾ ദിക്റും സ്വലാത്തും ചൊല്ലി വീട്ടിലിരിക്കുകയാണ് വേണ്ടത് എന്ന ഒരു മെസ്സേജ് പലപ്പോഴും പല ആളുകൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി, അതല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിച്ചു. ശരിയല്ലാതെ ഇസ്ലാം പറയുന്നത് എന്താണെന്നറിയോ, വിധവയായ ഒരു സ്ത്രീക്ക് വീണ്ടും അവൾക്ക് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്. അവൾക്ക് അതിനാവശ്യമായ ആവശ്യപൂർത്തീകരണങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. സമൂഹം അത് ചെയ്യേണ്ടതുണ്ട്. അതിന് മുന്നിട്ടിറങ്ങി പരിശ്രമിക്കുന്നവന്റെ പ്രതിഫലം ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ, അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, വിധവയുടെ കാര്യത്തിലും സാധുക്കളുടെ കാര്യത്തിലുമൊക്കെ പരിശ്രമം നടത്തുന്നവർ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്, ദൈവമാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവനെ പോലെയാണ്. ധർമ്മസമരം ചെയ്യുന്നവന്റെ പ്രതിഫലമാണ് അവന്. മാത്രമല്ല അവിൽ ഖായിമിൽ ലൈൽ അസ്സായിമിൻ നഹാർ, രാത്രി ലോകത്തുള്ളവരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ ത്യാഗം സഹിച്ച് രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച് പ്രപഞ്ച സൃഷ്ടാവിലേക്ക് അടുക്കുന്നവന് കിട്ടുന്ന പ്രതിഫലമുണ്ട് ഇസ്ലാമിൽ. വലിയ കൂലിയാണത്. അതേപോലെ പകലിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴും നോമ്പെടുത്ത് ത്യാഗം ചെയ്യുന്ന മനുഷ്യനുണ്ട്, അവന് കിട്ടുന്ന മഹത്തായ പ്രതിഫലമുണ്ട്. അവനെപ്പോലെയാണ് ഈ വിധവയുടെ വിഷയത്തിൽ പരിശ്രമിക്കുന്നവൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത 5353 നമ്പർ ഹദീസാണ് ഞാൻ ഈ പറഞ്ഞത്. ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഇതങ്ങോട്ട് കേട്ടപ്പോൾ പലരും പറയാ, ഓ ഇസ്ലാമിലെ അവസ്ഥ ഇതാണ്. ഒരിക്കലുമല്ല. ഒരു സ്ത്രീയെ, പ്രത്യേകിച്ച് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയെ ഇസ്ലാം അങ്ങേയറ്റം പരിഗണിച്ചിട്ടുണ്ട്. അവളുടെ സന്തോഷത്തിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അവളുടെ ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാക്കണം നമ്മൾ. ഇനിയോ സ്ത്രീക്ക് ഇസ്ലാമിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? ഒരിക്കലുമില്ല. സ്ത്രീക്ക് യാത്ര ചെയ്യാം, അവൾക്ക് പുറം ലോകം കാണാം, പുറത്ത് അവൾക്ക് അനുവദിക്കപ്പെട്ട ആസ്വാദനങ്ങൾ പുരുഷനെ പോലെ ഇതേപോലെയുള്ള സന്തോഷകരമായ സ്ഥലങ്ങളിലേക്ക് പോകാം, ആസ്വദിക്കാം. യാത്ര ചെയ്യുമ്പോൾ അവളുടെ സുരക്ഷിതത്വത്തിന് ഇസ്ലാം പല നിയമങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രം. അതൊന്നും അവളെ ടൈറ്റാക്കാനല്ല, അവളുടെ സുരക്ഷിതത്വമാണ് അവിടെയും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എത്ര മനോഹരമായ നിയമങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു മുസ്ലിയാരുടെ സംസാരം കേട്ട് ആരെങ്കിലും ഈ നിലക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ തിരുത്തണം എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം ഈ രൂപത്തിലുള്ള ചില മുസ്ലിയാക്കന്മാർ സമൂഹത്തിന് നൽകുന്ന പല മെസ്സേജുകളും അതൊന്നും ഇസ്ലാമിൻ്റെ മെസ്സേജല്ല. ഇസ്ലാം അങ്ങനെ ഒരിക്കലും പറയുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രവാചകനെയും ഇസ്ലാമിൻ്റെ നിയമങ്ങളെയും കരിവാരി തേക്കുന്നത് ഒരിക്കലും ശരിയല്ല. മറിച്ച് ആ പറഞ്ഞ വ്യക്തിക്ക് അബദ്ധം സംഭവിച്ചു, അതല്ലെങ്കിൽ അയാൾ പറഞ്ഞത് തെറ്റായി പോയി എന്നേ അതിനെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇയാൾ ഇസ്ലാമിനെ പരിഹസിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത് ഒരു നിലക്കും അയാളുടെ സംസാരത്തെ സപ്പോർട്ട് ചെയ്യാൻ യാതൊരു നിർവാഹവുമില്ല എന്നീ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് പ്രചരിപ്പിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.